നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ കുട്ടി നീ ഇത് ചെയ്തത്? എന്ത്? വെറുതെ തലചുറ്റി വീണതല്ല നീ സ്റ്റെയറിന്ന്. നിന്റെ ഉള്ളിൽ മാരകമായ വിഷമുണ്ടായിരുന്നു. വിഷോ? അതെ, നീ സ്വയം കഴിച്ചതല്ലെന്നാണോ നീ പറയുന്നേ? ഡോക്ടർ, ഞാൻ വിഷമൊന്നും കഴിച്ചിട്ടില്ല. ആന്റിഡോസ് കുത്തിവെച്ചോണ്ടാ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. നീ സ്വയം കഴിച്ചതല്ലെങ്കിൽ മറ്റാരോ ഭക്ഷണത്തിൽ ചേർത്ത് നിനക്ക് വിഷം തന്നു. മറ്റാരും കഴിക്കാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിച്ചോ നീ? ഡോക്ടർ, ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അതും കുട്ടികളുടെ ബർത്ത്ഡേ. കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് വെച്ചാ? ഡോക്ടർ ഉദ്ദേശിച്ചത് തന്നെ. എന്റെയും കുഞ്ഞീച്ചയുടെയും കുട്ടികള്. രണ്ടാളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണല്ലോ. കുഞ്ഞീച്ചി അടക്കം എല്ലാരും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ കാര്യങ്ങളെല്ലാം ശുഭമായി പര്യവസാനിച്ചു അല്ലേ? വിഷ്ണു ശാലിനിയും ഒന്നിച്ച് ജീവിതം തുടങ്ങി. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വിഷ്ണുവേട്ടൻ വേറെ വിവാഹം കഴിച്ചു. വിഷ്ണു വേറെ വിവാഹം കഴിച്ചെന്നോ? അതെ. പരസ്പരം പ്രാണനായിരുന്നല്ലോ രണ്ടുപേർക്കും. പിന്നെന്താ സംഭവിച്ചത്? അന്നത്തെ ആ സംഭവം തന്നെയാ എല്ലാത്തിനും കാരണം. കുട്ടികൾ? അതെ. ലോകത്തിന് മുൻപിൽ പപ്പി എന്റെയും രോഹിത്തിന്റെയും മോള. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞ് സത്യയെപ്പറ്റി അറിയാമായിരുന്നില്ല വിഷ്ണുവേട്ടനോ സത്യാമ്മയ്ക്കോ. സത്യയുടെ ജനന തീയതിയോ മറ്റോ പറഞ്ഞ പപ്പിയെ പറ്റിയുള്ള രഹസ്യം വെളിപ്പെടുമെന്ന് കരുതിയ അക്കാര്യം മറച്ചു വെച്ചത് തന്നെ. ഇപ്പൊ സത്യമ്മ കരുതിയിരിക്കുന്നത് സത്യം മറ്റാരിലോ കുഞ്ഞേച്ചിക്ക് ജനിച്ച കുഞ്ഞാണെന്നാ. അപ്പോ നിനക്കൊരു ജീവിതം ഉണ്ടായപ്പോ ശാലിനിക്ക് സ്വന്തം ജീവിതം ബലി കഴിക്കേണ്ടി വന്നു അല്ലേ? അതെ, സത്യത്തിൽ അത് തന്നെയാ സംഭവിച്ചത്. സത്യാമ്മയ്ക്ക് ശാലിനിയെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്? വിഷ്ണു വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തി? വിഷ്ണുവേട്ടന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നെങ്കിലും അതിൽ കുറച്ച് ദുരൂഹത ഉണ്ട് ഡോക്ടർ. അങ്ങനെ ഒരു വിവാഹം നടന്നു പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? അങ്ങനെ വെറുതെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കൂ, അതും വിഷ്ണുവിനെ പോലെ ഒരാള്? അത് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ. ആ പെൺകുട്ടിയെ സംബന്ധിച്ചും കുറച്ച് ദുരൂഹതകളുണ്ട്. കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായും അവൾക്ക് അടുത്ത ബന്ധമുണ്ട്. സുസ്മിത ഇപ്പൊ ജയിലില്ല. അവളുടെ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയാം, മധുശ്രീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.